പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച് മണൽ മാഫിയ സംഘം. മണൽ കടത്തിയ ലോറി പിടികൂടുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും ചിത്രീകരിച്ച് പോലീസിന്റെ മറുപടി. മലപ്പുറം നിലമ്പൂരിലാണ് അറസ്റ്റും റീൽസും അരങ്ങേറിയത്. മണൽ മാഫിയ സംഘത്തിലെ 7 പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, സാധാരണ നമ്മുടെ പോലീസിനെയും നിയമവ്യവസ്ഥയും ഒക്കെ വെല്ലുവിളിച്ച് ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ റീൽസ് എടുക്കുന്ന പതിവ് ഇപ്പോൾ ഈ സമീപകാലത്തേറെ വർദ്ധിച്ചിരുന്നു. അതിന് പിന്നാലെ മണൽ മാഫിയ സംഘവും പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ പോലീസ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുന്നു, മറുപടി കൊടുക്കുന്നു. ഇത് എന്നാണ് ഈ സംഭവം, ഈ 2 റീൽസും എന്നാണ് പ്രത്യക്ഷപ്പെട്ടത്, സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്? പോലീസിന്റെ നടപടി എങ്ങനെ? ടോം, ഈ മാസം 22-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നത്. ഈ ഒരു മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് 7 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പോലീസ് പറയുന്നത് 22-ാം തീയതി രാത്രി ഇവർ മണൽ കടത്തി പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച് കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ ഇവർ മൊബൈൽ ഫോണിൽ പകർത്തി റീൽസായി ഇടുകയായിരുന്നു. ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള ഷാമിൽ ഖാൻ, അതേപോലെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ളത് ഷാമിൽ ഖാനാണ്. അയാളാണ് ഈ വാഹനത്തിന്റെ ഉടമ. അതുപോലെ അൽത്താഫ്, അതേപോലെ അമീൻ, പിന്നെയും 4 പേരുണ്ട്, സവാദ്, മജീദ്, സഹീർ. അപ്പോൾ ഇവര് ഈ അമീൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അമീനാണ് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോലീസിനെ വെല്ലുവിളിച്ചിട്ടുള്ള ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വല്ലാതെ വൈറലാവുകയും അത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണം നടത്തി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള ഈ ഷാമിലും അതേപോലെ അയാളുടെ സുഹൃത്ത് അൽത്താഫും വിസ ശരിയായിട്ട്, വിദേശത്ത് ജോലിയെല്ലാം ശരിയായിട്ട് അവിടെ പോകാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു മണൽക്കടത്തോടെ ഈ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിർത്തി വാഹനം വിറ്റ് വിദേശത്ത് പോയി മറ്റൊരു ജോലിയുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള പ്ലാനുകളായിരുന്നു. അപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടികൂടാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതെല്ലാം ആ ഒരു ധൈര്യത്തിലാണ് ഇവർ ഈ ദൃശ്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രചരിപ്പിച്ചതും മറ്റും ചെയ്തത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇവരെല്ലാം പിടിയിലായതോടെ ഇവരുടെ ഈ വെല്ലുവിളിയും അതേപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള പദ്ധതി എല്ലാം തന്നെ ഒളിയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കേസിലൊരു പ്രതി മണൽക്കടത്തിന് കൂട്ടുനിന്ന് ക്ലീനറായി പോയത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ്, പ്രായപൂർത്തിയായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ മണൽ കടത്തും അതിൻ്റെ റീൽസും യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാ പദ്ധതിയും പൊളിക്കുകയും പോലീസ് ഇവരെ പിടികൂടുകയും വിദേശത്ത് പോയി മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ എന്ന ഇവരുടെ പദ്ധതിയെല്ലാം തന്നെ പാളുകയും ചെയ്തു. നിലവിലെല്ലാവരും കോടതിയിൽ ഹാജരാക്കി എല്ലാവരും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പൊതുമുതൽ മോഷ്ടിച്ചതിനാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ചുമത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പോലീസിനെ വെല്ലുവിളിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തതെങ്കിൽ അതിന് മറുപടിയായിട്ട് ഇവരെ പിടികൂടിയിട്ട് മറ്റൊരു റീലും മലപ്പുറം പോലീസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്ന് രാവിലെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം പ്രതികളുടെ മണൽക്കടത്തിന്റെ വീഡിയോ, അതിന് പിന്നാലെ അവരെ പോലീസ് പിടികൂടിയിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതിൻ്റെയും മണല്ലൂരി കൊണ്ടുവരുന്നതിൻ്റെയും ദൃശ്യങ്ങളൊക്കെ അടക്കമുള്ള മറ്റൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ മലപ്പുറം പോലീസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് രസകരമായിട്ടുള്ള കാര്യം. അനുമോദ്, ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ പോലീസിനെയൊക്കെ വെല്ലുവിളിക്കണമെങ്കിൽ സാധാരണ ഒരു മനോഭാവമുള്ളവർക്ക് സാധിക്കുമോ? ക്രിമിനൽ സംഘങ്ങൾ പോലും പോലീസിനെ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മണലുമായി പോവുക, പിന്നീട് പോലീസിനെ വെല്ലുവിളിച്ച് അതിൻ്റെ റീൽസ് ഇറക്കുക,
ഇവരുടെ ഒരു കൃത്യമായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണോ ഈ പിടിയിലായ പ്രതികൾ? ഇതിൽ 2 പേർക്കെതിരെ മാത്രമാണ് മുൻപ് മണൽക്കടത്തിന് കേസുള്ളത്. പോലീസിന്റെ കണക്കിൽ കേസുള്ളത്, അതായത് ഈ വാഹനത്തിന്റെ ഉടമയായ ഷാമിലിനും അൽത്താഫിനും. ബാക്കിയുള്ളവരാരും ഇതിനു മുൻപ് ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി പോലീസിന്റെ കണക്കിലില്ല. പക്ഷെ നമുക്കറിയാം, ഇത് പുഴയുള്ള എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷം മുമ്പുണ്ടായ പ്രളയത്തിന് ശേഷം നിലമ്പൂർ മേഖലയിലെ പുഴയിലൊക്കെ മണൽ ശേഖരം വല്ലാതെ വന്നടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ ചട്ടപ്രകാരം ഖനനം ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം രാത്രിയുടെ മറവിൽ മുൻപ് നമ്മുടെ നാട്ടിൽ സാധാരണമായിരുന്ന മണൽക്കടത്ത് ഈ മേഖലയിൽ വീണ്ടും സജീവമായിട്ടുണ്ട്. അപ്പോൾ മണൽക്കടത്ത് ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒന്നാണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇവർ ഈ 2 പേർ മാത്രമാണ് ഇതിനു മുൻപ് പിടിയിലായതായിട്ടുള്ള രേഖകളുള്ളത്. മറ്റു കുറ്റകൃത്യങ്ങളൊന്നും ഇവരുടെ മേലിൽ ഇല്ല എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ അന്വേഷണം നടക്കും. സ്വാഭാവികമായിട്ടും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ട് തന്നെയാണ് ഇവർ പോലീസിനെ പ്രകോപിപ്പിച്ചതും ദിവസങ്ങൾ കൊണ്ട് ഇവരെ പിടികൂടിയതും ഈ ഒരു അവരുടെ നിലവിലെ പദ്ധതികളെല്ലാം തന്നെ പാളിയതും ആ ഒരു വെല്ലുവിളിച്ചുകൊണ്ടുള്ള റെയിൽസാണ്. എന്താണെങ്കിലും 2 പേർ ഇതിൽ മുൻപ് മണൽക്കടത്ത് കേസിൽ പ്രതികളായിട്ടുണ്ട്. മറ്റുള്ളവർ നിലവിലെ സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയില്ല. എന്നാണെങ്കിൽ വിശദമായ അന്വേഷണം ഇതിൽ നിലമ്പൂർ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചതാണ്, ഇതുപോലെ പരിഹസിച്ചുകൊണ്ട് റീൽസ് ഇട്ടതാണ് മലപ്പുറം നിലമ്പൂർ പോലീസിനെ പ്രകോപിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയുമുണ്ടായി. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പോലീസ് മറുപടിയായി സമൂഹ മാധ്യമങ്ങളിലൂടെ റീൽസും പങ്കുവെച്ചത്.